ഷഷ്ടിവ്രതം എന്താണെന്നും ഷഷ്ടിവ്രതം നോക്കിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്ന വ്രതമായി ഷഷ്ടിവ്രതം കണക്കാക്കപ്പെടുന്നു. ഷഷ്ടിവ്രതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് മുഴുവനായി കാണുക. ഷഷ്ടിവ്രതത്തിന്റെ മഹത്വവും മഹാത്മ്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരും നേടിക്കൊണ്ടിരിക്കട്ടെ. നന്ദി. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. ഭക്തിപൂർവ്വം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കും. അതായത് നമുക്ക് സ്കന്ദഷഷ്ടി കവചം ജീവിച്ച് ഭഗവാന്റെ ആ ഒരു കവചമായി നമുക്ക് കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കവചമായി തരും. നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും ആ വേലുകൊണ്ട്. അത് സ്കന്ദഷഷ്ടി കവചത്തിന്റെ മഹത്വം. സ്കന്ദഷഷ്ടി വ്രതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിനേക്കാളിലും ഇരട്ടിയാണ്. ആ വ്രതം നല്ലപോലെ 6 ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാപമോചനങ്ങൾ, കർമ്മഫലം, പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം, അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ മഹത്വം അറിഞ്ഞ് നമ്മൾ സ്കന്ദഷഷ്ടി നോക്കുക തന്നെ ചെയ്യുക എല്ലാ മാസവും. മഹത്തായ സ്കന്ദഷഷ്ടി കവചം ജപിച്ചുകൊണ്ട് വേണം ഈ ഒരു വ്രതം നോക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. രാവിലെയും വൈകിട്ടും ഭഗവാനെ വിളിച്ച് സ്കന്ദഷഷ്ടി കവചം ജപിച്ച് ആര് നോക്കുന്നു അവർക്ക് അനുഗ്രഹങ്ങൾ ഉറപ്പായും കിട്ടിയിരിക്കും. പിന്നെ ആ ഒരു ഷഷ്ടി ദിവസം മാത്രം ഭഗവാനെ വിളിക്കാതെ എല്ലാ ദിവസവും വിളിച്ച് ഭഗവാന്റെ ആളായി മാറുക എന്നുള്ളത് നല്ലത് തന്നെയാണ്. ഭഗവാന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഭഗവാനെ നമ്മളെ വിജയത്തിലോട്ട് എത്തിക്കും. ഭഗവാൻ രാജാവിനെ പോലെ വാഴിക്കും, രാജകുമാരിയെ പോലെ വാഴിക്കും. ആദ്യമൊക്കെ പരീക്ഷണം തന്നെന്ന് പറഞ്ഞാലും ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ കൈവിടാതെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ ഇതിൽ ഭഗവാൻ പരീക്ഷിക്കില്ല. ഒരു പരീക്ഷണം മാത്രമേ നമുക്ക് തരുള്ളൂ. ആ ഒരു പരീക്ഷണം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭഗവാൻ ആ രാജകുമാരിയെ പോലെ, രാജാവിനെ പോലെ നമ്മളെ വാഴിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, തമിഴ്നാട് ദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാ? അവർക്ക് വാരിക്കോരി സ്നേഹവും അതുപോലെ ഭക്തിയും എല്ലാം നിറഞ്ഞ് അവർ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന എന്താണ്? അതുപോലെ അവർക്ക് ധനപരമായും ഐശ്വര്യപരമായും സമ്പൽ സമൃദ്ധിയായും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ കയ്യിൽ നിന്ന്. അതുപോലെയാണ് ഭഗവാൻ അവരെ സ്നേഹിക്കുന്നത്. ഭഗവാൻ തിരിച്ചും അങ്ങനെയാണ്. അവിടെയാണ് തമിഴ്നാട്ടിലെ മഹത്വം എന്ന് പറയുന്നത്. അത്രയും ഭഗവാന്റെ മഹത്വങ്ങളാണ് ഉള്ളത്. എവിടെ ചെന്നാലും മുരുകന്റെ ഒരു ചിത്രം കാണും. ഞാൻ ഇവിടെ ഒരു ഡോഗ് ഉണ്ടായിട്ടുണ്ട്. കലിയുഗ വരദനാണ് മുരുകൻ എന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലാവരും മുരുകനെ വിളിച്ചു തുടങ്ങുമ്പോൾ ഭക്തിപൂർവ്വം വിളിച്ചു തുടങ്ങുക. രാവിലെയും വൈകിട്ടും മുരുക എന്നുള്ള നാമം ജപിക്കുക. നാമജപത്തിലൂടെ നമ്മൾ എന്താകും? നല്ലൊരു സ്വഭാവമുള്ള നല്ല മനുഷ്യരായി മാറും. നാമജപത്തിലൂടെ ദേഷ്യമൊക്കെ കൺട്രോളായി നമ്മൾ നല്ല സ്വഭാവമുള്ള വ്യക്തിയായി തന്നെ മാറും. നാമജപമാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. 2 നേരം. അത് നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുക. നാമജപം 2 നേരം അവരെ പഠിപ്പിക്കാം. രാവിലെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ വിളക്കങ്ക കൊണ്ടുവന്ന് തൊഴിച്ച് ഗണപതിയെയും സുബ്രഹ്മണ്യനെയും പിന്നെ നമ്മുടെ കുടുംബദേവതയൊക്കെ ഒന്ന് വണങ്ങിക്കൊണ്ട് വേണം വണങ്ങി അവരോട് പ്രാർത്ഥിച്ചിട്ട് വേണം അവരെ സ്കൂളിൽ പറഞ്ഞു വിടാൻ. അങ്ങനെ ഒന്ന് ശീലിപ്പിക്കണം. അതുപോലെ തന്നെ വൈകിട്ട് വരുമ്പം 6 മണി തൊട്ട് 7 മണി വരെ ടിവിയും കണ്ടുകൊണ്ട് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കാതെ അവരോട് പറയുക നാമം ജപിക്കാൻ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നാമങ്ങൾ അവർ ഏറ്റു ജപിക്കട്ടെ. അവർ 6 തൊട്ട് 7 മണി വരെ ഒന്നും ഭക്ഷണമായാലും TV ആയാലും ഒന്നും വേണ്ട. അവരെ ഇപ്പോഴേ ശീലിപ്പിക്കുക. അവർ നല്ലൊരു ഭാവി അവർക്കുണ്ടാകും. അവര് നല്ലൊരു തലമുറ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഷഷ്ടിയുടെ മഹത്വമാണ്. ഭക്തിനിഷ്ഠയോടുകൂടി മുടങ്ങാതെ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചാൽ ഇഷ്ടവരദാനം ചെയ്യുന്ന ഭഗവാൻ ഭക്തവത്സലനാണ്. സ്കന്ദന്റെ വ്രതഫലമായി സർവഭാവങ്ങളും സകല ദുഷ്ടശക്തികളുടെ പീഡകളും നമ്മെ വിട്ട് അകലുന്നതാണ്. മാറാത്ത വ്യാധികൾ, കണ്ടുപിടിക്കാൻ കഴിയാത്ത ആദികൾ, കുഷ്ഠം, പാണ്ഡുരോഗം, അപസ്മാരം, പ്രേതബാധ, ആഭിചാരദോഷം, ദുസ്വപ്നം, രാപ്പനി, ഉറക്കത്തിലുണ്ടാകുന്ന ഞെട്ടൽ എന്നിവ ഉണ്ടാകില്ല. കുടുംബത്തിൽ അകാല മൃത്യുവോ ശിശുമരണമോ കുടുംബിനികൾക്ക് അകാല വൈവിധ്യമോ സംഭവിക്കില്ല. ഇവയിൽ നിന്നെല്ലാം അറുമുഖ ദേവന്റെ തൃക്കൈ വേലായുധം നമ്മളെ രക്ഷിക്കുന്നതാണ്. ഇഴജന്തുക്കളിൽ നിന്നും വിഷപ്രാണികളിൽ നിന്നും ദേവന്റെ ഇഷ്ടവാഹനമായ മയിൽ നമ്മളെ രക്ഷിക്കുന്നതാണ്. വിവാഹം, ഉദ്യോഗകയറ്റം, പരീക്ഷാ വിജയം, സന്താനലബ്ധി എന്നിവ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. നാമജപമുള്ള കുടുംബങ്ങളിൽ ദാരിദ്ര്യദുഃഖം അനുഭവപ്പെടുകയില്ല. കലഹങ്ങളും അർദ്ധഛിദ്രങ്ങളും കടന്ന് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ്. അതീവ ശ്രേഷ്ഠമായി സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാണ് ബ്രഹ്മർഷി നാരദൻ സപ്തർഷികളെ
അതീവ ശ്രേഷ്ഠമായ ഈ സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാണ് ബ്രഹ്മർഷി നാരദൻ സപ്തർഷികളിൽ മുഖ്യനായി ശോഭിച്ചത്. വേദാഖ്യാനങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ അറിയുന്നതിനായി അഗസ്ത്യ മഹർഷി ശ്രീ മഹാദേവനെ സമീപിച്ചപ്പോൾ അർമുഖദേവനോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളുവാനാണ് ഭഗവാൻ കൽപ്പിച്ചത്. വസിഷ്ഠ മഹർഷി സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാണ് സുബ്രഹ്മണ്യ ദേവനെ പ്രത്യക്ഷപ്പെടുത്തിയതും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചതും. ദേവേന്ദ്രൻ തന്റെ അമരാവതിയിൽ സ്കന്ദ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജ ചെയ്യുകയും മുറ തെറ്റാതെ സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിച്ച ദേവി പ്രീതി നേടുകയും ചെയ്തിരുന്നു. മാനസികമായ അസ്വസ്ഥകളാൽ പീഡിതനായ മുചുകുന്ദ ചക്രവർത്തി സ്കന്ദഷഷ്ടി വ്രത അനുഷ്ഠാനത്തിൽ കൂടിയാണ് മനസമാധാനം വീണ്ടെടുത്തത്. വിശ്വാമിത്ര മഹർഷി ഉദ്ധവനായ ഒരു ദേവഭക്തനും സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് ശ്രേയസ് കൈവരിച്ച മഹർഷിയായിരുന്നു. ഉദ്ദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അവതരിച്ച ശിവാംശജനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും ശ്രീ സ്കന്ദദേവന്റെ ഉത്തമ ഭക്തനായിരുന്നു. ഒരിക്കൽ അഭിനവഗുപ്തൻ എന്ന ഒരു വേദാന്തി ശ്രീ ശങ്കരാചാര്യരോട് അസൂയ തോന്നി ആഭിചാര പ്രയോഗത്തിൽ കൂടി രോഗബാധിതനാക്കിയെന്നും ഗോകർണത്തിൽ വെച്ച് ശ്രീ പരമേശ്വരൻ ശങ്കരാചാര്യരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തിരുച്ചെന്തൂർ ചെന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ രോഗമുക്തനാകുമെന്നാണ് ശങ്കരാചാര്യ അനുഗ്രഹിച്ചു അത്രേ. അപ്രകാരം ശ്രീ ശങ്കരാചാര്യർ തിരുച്ചെന്തൂർ നാഥന്റെ സന്നിധിയിലെത്തി ദർശനം ചെയ്തു. ഷൺമുഖ ഭുജംഗം എന്ന സ്തോത്രം ആലപിച്ച് രോഗവിമുക്തനായി എന്നാണ് ഐതിഹ്യം. ഇപ്രകാരം സ്കന്ദഷഷ്ടി വ്രതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അനേകം തെളിവുകൾ നിരത്തുവാൻ കഴിയുന്നതാണ്. സ്കന്ദദേവൻ അനുഗ്രഹമൂർത്തിയാണ്, ഇഷ്ടപ്രദായകനാണ്, അറിവിന്റെ ദൈവമാണ്, ജ്യോതിർമയനാണ്, കലിയുഗത്തിലെ കാണപ്പെട്ട കുമാരദേവനാണ്. നിത്യകുമാര രൂപമായ സ്കന്ദൻ ആശ്രിത വത്സനും അഭയപ്രദായകനുമാണ്. ന്റെ മഹാത്മ്യം എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഷഷ്ടി വ്രതം എല്ലാ മാസവും കർത്തവാവിന് നമ്മൾ വ്രതം ആരംഭിച്ച് 6 ദിവസം കഴിയുമ്പോൾ ഷഷ്ടി ആ ദിവസം വരുന്ന കലണ്ടറിൽ നോക്കുമ്പോൾ മനസ്സിലാകും ഷഷ്ടി എന്നാണെന്നുള്ളത്. അതിന്റെ പുറകെ 6 ദിവസം, അതായത് കർത്തവാവിന് അന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ഈ സ്കന്ദഷഷ്ടി കവചം ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം. അങ്ങനെ ജപിച്ച് 6 ദിവസം ഭഗവാന്റെ കൃത്യനിഷ്ഠതയോട് കൂടിയ ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. അപ്പം എല്ലാവർക്കും ആ മഹത്വം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ സ്തോത്രങ്ങളായും സ്തുതികളായും കഥകളുമായി ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം.